അപ്പോൾ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു മസാല കുഴക്കട്ടേൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിത് അരിൻ്റെ പൊടിയെല്ലാം കുഴച്ച് റെഡിയാക്കി ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. കുഴക്കുന്നൊന്നും ഞാൻ ഇന്ന് കാണിച്ചിട്ടില്ല ഗൈസ്. എപ്പോഴും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കൂലേ. അതുകൊണ്ട് ഇപ്പം എല്ലാം ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ഈ കുഴക്കട്ടയ്ക്ക് വേണ്ടുന്ന മസാല നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതാ ഗൈസ്, 3 ഉരുളക്കിഴങ്ങ് കാണുന്നുണ്ടല്ലോ, പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം അത് കുറച്ച് സവാള കണ്ട, സവാള, പച്ചമുളക്, ഇഞ്ചി ഇതും ഉണ്ട് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഇത് വേവിക്കാനുള്ള വെള്ളം ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റാം. എന്നിട്ട് ഇവിടെ നമുക്ക് പാൻ എടുത്തിട്ട് വെക്കാം. അപ്പോൾ പാൻ എടുത്തിട്ട് വെച്ച് അപ്പോൾ അത് കായുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളികളെല്ലാം വെക്കാം. കുറച്ച് മല്ലിച്ചപ്പൂ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓരോന്നോരോന്ന് പറയുമ്പോൾ വിട്ടുപോയി. ഈ കുഴക്കട്ടക്ക് ഉള്ളിൽ നിറയ്ക്കാനുള്ള മസാലയാണിത്. റെഡിയാകുന്നുണ്ട്. വെളിച്ചെണ്ണ കായുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ മസാലകൾക്കെല്ലാം വേണ്ടുന്ന ഉപ്പ് നമുക്ക് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുത്തേക്കാം. ആ സവാളൊക്കെ ഇട്ട് കൊടുത്താൽ ഉരുളക്കിഴങ്ങിനും എല്ലാം വേണ്ടിയിട്ടുള്ളത് അതിൻ്റെ അകത്താവുമല്ലോ. ഇപ്പോൾ എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. സവാളയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നതുകൊണ്ട് ഞാൻ അധികം പച്ചമുളക് ഇട്ടില്ല. ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അധികം എരിവായി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റൂലല്ലോ. സവാള നല്ലോണം വഴന്ന് വരട്ടെ. സവാള വഴന്ന് വന്നിട്ട് കാണാം. ഇതാ ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഉടച്ച് ചേർക്കാം. നമുക്ക് ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടച്ച് ചേർത്തിട്ട് വേണം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിലുള്ള മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട്
എന്നിട്ട് നമുക്ക് ഉറക്കാം. അപ്പോൾ ആ ഉറക്കി കഴിഞ്ഞാൽ എല്ലാം നല്ല കണ്ടീഷനായിക്കോളുമല്ലോ. ഇതിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഉപ്പ് ആദ്യം ഇട്ടുകൊണ്ട് ഇനി നോക്കിയിട്ട് വേണ്ടിയിട്ട് ഇട്ടാൽ മതി. ചിലപ്പോൾ ഉപ്പ് പാകത്തിനുണ്ടാവും. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. കുറച്ച് മസാലപ്പൊടി എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് വെക്കാം. മസാലകളെല്ലാം ഇനി പിടിക്കട്ടെ. എന്നിട്ട് ഞാൻ എല്ലാം കൂടി ഉടച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. മസാല ഈ ഉരുളക്കിഴങ്ങിനെല്ലാം പിടിക്കട്ടെ. അപ്പം ഞാൻ മല്ലിച്ചപ്പും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കെല്ലാം ഉടച്ചതിൻ്റെ ശേഷം നല്ല റെഡി ആയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനിതെല്ലാം ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് അതിലേക്ക്. അപ്പോൾ തട്ട ഏതായാലും അടുപ്പത്ത് വെക്കട്ടെ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഉരുട്ടി വെച്ച കൊഴുക്കട്ടേൻ്റെ ഉരുളകളെല്ലാം ഇങ്ങനെ കുടുക്ക പിടിക്കും പോലെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇതാ കണ്ടല്ലോ, കുടുക്ക പിടിക്കും പോലെ പിടിച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇതെല്ലാം നിറയ്ക്കട്ടെ. ഓരോന്നോരോന്നായി നിറച്ച് വെക്കാം. സ്പൂൺ എടുത്തിട്ട് നമുക്കിതെല്ലാം റെഡിയാക്കി എടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇടണം ഇതിൻ്റെ അകത്തേക്ക്. അപ്പം എല്ലാം റെഡിയായി. കുരുമുളക് പൊടി ഇടാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ അതിതാ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടിയും കൂടി അതിലേക്ക് ഇട്ടെടുത്ത് അത് ക്ലിയറായി. ഇതാ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഞാൻ അതിൻ്റെ അകത്ത്. അപ്പം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഇതിലേക്ക് ഓരോന്നിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ടേ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ ഗൈസ്, കുടുക്ക പിടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് വെച്ചത് കാണുന്നുണ്ടോ? ഇതാണ് പരിപാടി. എന്നിട്ട് നല്ലവണ്ണം അമർത്തിട്ട് റെഡിയാക്കിയിട്ട് ഉരുട്ടിക്കൊള്ളുക. ഇതാണ് പരിപാടി. നല്ല വൃത്തിയിൽ ഉരുട്ടിയിട്ട് വെച്ചോളൂ. അപ്പം നമ്മളെ കുഴക്കട്ട മസാല റെഡിയാവും. ആവിയിൽ വെന്ത് കഴിഞ്ഞാൽ കുഴക്കട്ട മസാല നല്ല റെഡിയായിട്ട് അങ്ങനെ ഓരോന്നിലും ഞാൻ എടുത്തിട്ട് ഇടുന്നുണ്ട് ഗൈസ്. നമ്മളെ മസാല കൂട്ടിൻ്റെ ഇതിലേക്ക് നിറച്ച് ഞാൻ ഒന്നമർത്തി എന്നിട്ട് അതിനെ ഒന്ന് അടച്ചു വെക്കും. അതന്നെ പരിപാടി. ഇതന്നെ. അപ്പം അത് ക്ലിയറായിട്ട് അങ്ങ് അടഞ്ഞോളും. പുറത്തേക്ക് വരാണ്ട് നോക്കണം. ഇല്ലേ പിന്നെ നമ്മളെ മസാലകളെല്ലാം പുറത്ത് വന്നാളില്ലേ. ഓരോ ഉരുളകളാക്കി ഞാൻ ഉരുട്ടിയിടാം. കണ്ടല്ലോ.
അപ്പോൾ ഇനി ഞാനെല്ലാം ഉരുട്ടി വെച്ച് കാണിച്ചു തരാം. ഗൈസ് ഞാനെല്ലാം നിറച്ചിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. കുഴക്കട്ട മസാലകളെല്ലാം നിറച്ചു. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇനി വെന്തതിൻ്റെ ശേഷം നമുക്ക് കണ്ടാലോ. അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിയിൽ അത് വേവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വെന്തതിൻ്റെ ശേഷം കാണിച്ചു തരാം ഗൈസ് കേട്ടോ. ഇപ്പോൾ ഗൈസ് നമുക്ക് നമ്മളെ മസാല നിറച്ച കുഴക്കട്ട വെന്തോന്നൊന്ന് നോക്കാലോ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ നമ്മളെ മസാല നിറച്ച കുഴക്കട്ട ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് തീ ഓഫാക്കാം. എന്നിട്ട് പ്ലേറ്റിലേക്ക് ഓരോന്നോരോന്നായി എടുത്തിട്ടിട്ട് നമുക്ക് കാണാം അല്ലേ. അതാണ് നല്ലത്. പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. നമുക്ക് ഓരോരോ കുഴക്കട്ടകളായിട്ടും നമുക്ക് മാറ്റിക്കളയാം. കാലടി ഒരടി തെറ്റുമ്പോൾ കൈ തന്നു കൂടെ വന്നു. ജീവിതപ്പാതകളിൽ എൻ്റെ അച്ഛനെരിയുമ്പോൾ മച്ചകത്താറ് പറക്കും അമ്പലപ്രാവുകളോ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ, കാറ്റൻ മൺവിളക്കുതിയില്ലേ. ഇതാ ഗായ്സ് മസാല നിറച്ച കുഴക്കട്ട ഇതാ ഇവിടെ റെഡി ആയിരിക്കുന്നു. കണ്ടല്ലോ. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ബൈ.